Welcome to Make Chocolate Rocher. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോഷസ്. അപ്പം റോഷസ് കേക്ക് ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. പക്ഷേ റോഷസ് കേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റോഷസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ കടയിൽ നിന്നാണ് റോഷർ മേടിക്കാറുള്ളത്. അപ്പോൾ ഫെറോ റോഷറാണ് മേടിക്കാറുള്ളത്. ഫെറോ റോഷർ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്രെപ്സ് ആണ്. നമ്മൾ ക്രെപ്സ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഷറാണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പം here is the recipe. അര കപ്പ് വെള്ളം, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് ഐസിങ് ഷുഗർ. റോഷേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ ആൽമണ്ട് ക്രിസ്പി ആക്കുക എന്നുള്ളത്. ഇപ്പോൾ ആൽമണ്ട് ക്രിസ്പി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഷുഗറും ഐസിങ് ഷുഗറും വെള്ളവും വാനില എസൻസ് തിളപ്പിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ടുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇനി ചെയ്യാൻ പോകും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ആൽമണ്ട് സ്ലൈസിലോട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ ആൽമണ്ട് സ്ലൈസിലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൽമണ്ട് നിങ്ങൾക്ക് മേടിച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതിനകത്ത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് 140 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും പുറത്തെടുക്കുക, വീണ്ടും ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക, വീണ്ടും അങ്ങനെ നമുക്ക് 3 പ്രാവശ്യം ചെയ്യണം. ഏകദേശം 45 മിനിറ്റ് എടുക്കും നമ്മുടെ ആൽമണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന ആൽമണ്ട് വെച്ച് നമുക്ക് റോഷസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം റോഷർ കേക്ക് ഉണ്ടാക്കുന്നവരെല്ലാവരും കടയിൽ നിന്ന് റോഷർ മേടിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ റോഷർ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. റോഷർ നമുക്ക് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ഓവൻ്റെ അകത്ത് പോവുകയാണ്. നമുക്ക് 3 പ്രാവശ്യം ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ 3 പ്രാവശ്യമായിട്ട് നമ്മുടെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് നമ്മുടെ ആൽമണ്ടിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തു. അപ്പം 3ാമത്തെ പ്രാവശ്യം ബേക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതിന് വേറെ ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഷുഗർ സിറപ്പിൻ്റെ അകത്തിട്ട് സോട്ടേ ചെയ്ത് എടുക്കാൻ സാധിക്കും. നമുക്ക് ഈ പാനി വെച്ച് തന്നെ. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരിക്കലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആൽമണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇത് റോഷേഴ്സ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിന് ഇപ്പോഴും ആൽമണ്ട് ശരിക്കും നല്ലവണ്ണം തണുക്കണം. അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മിൽക്ക് ചോക്ലേറ്റായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതിരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം ബാക്കി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പം നമ്മുടെ ഫുള്ള് ആൽമണ്ട് നല്ല തണുത്ത് നല്ല ക്രിസ്പി പരുവത്തിനായി കേട്ടോ. നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ നല്ല ക്രിസ്പി പരുവത്തിനായത്. സോ ഇതാണ് നമ്മൾ ഈ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ചൂടാക്കുകയൊന്നും വേണ്ട, ലൈറ്റായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. സ്ലോ ടെമ്പറേച്ചർ ഇട്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫുള്ളായിട്ട്, അതായത് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്, നമ്മൾ റോസ്റ്റ് വെച്ചിരിക്കുന്ന ആൽമണ്ട് അല്ലേ, അതാണ് കേട്ടോ. ആൽമണ്ട് അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സിലിക്കോൺ മോൾഡിലോട്ട് മാറ്റാം. നമുക്ക് ഇതുപോലുള്ള ചെറിയ സിലിക്കോൺ മോൾഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണെങ്കിലും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മാറ്റണം എന്നിട്ട് കേട്ടോ. അത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നുള്ളത്. അപ്പം ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഷസ് റെഡി ആയി കഴിഞ്ഞു. പക്ഷേ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, ആൽമണ്ടിൻ്റെ ആ ക്രഞ്ചിനെസ് ആണ് എപ്പോഴും റോഷസിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്രഷ്നെസ്. നമ്മൾ ഡയറക്റ്റ് ആൽമണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ക്രഞ്ചിനെസ് കിട്ടത്തില്ല. കാരണം ആൽമണ്ട് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ തന്നെ ആ ഒരു സുഖം കിട്ടത്തില്ല. ആ ക്രഞ്ചിനെസ് കിട്ടുന്നതിൻ്റെ ടെക്നിക്കാണ് നമ്മൾ ആദ്യമേ കാണിച്ചു തന്നത് കേട്ടോ. ആ പെർഫെക്റ്റ് റോഷൻ്റെ ഒരു ഫുൾ ഫ്ലേവർ ഉണ്ടോ, ആ ക്രഞ്ചിനെസ് ആണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എപ്പോഴും റോഷസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ക്രഞ്ചിനെസ് ഇമ്പോർട്ടൻ്റ്. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കാരണം ചോക്ലേറ്റ് സെറ്റായിട്ടും നമ്മുടെ ആൽമണ്ട് നമ്മുടെ ടോസ്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു ഹെവി ഫ്ലേവറാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പം ഈ റോഷസ് വെച്ച് തന്നെ നമ്മൾ സൺഡേ സ്പെഷ്യലിൽ നമ്മൾ ഒരു റോഷസ് കേക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണാൻ മറക്കാതിരിക്കുക. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദി വേഷപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അടുപ്പിക്കുന്നവർക്ക് അറിയാം, നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.